കൊല്ലത്ത് 19 വയസ്സുകാരൻ പെൺസുഹൃത്തിന്റെ അച്ഛന്റെ കുത്തേറ്റ് മരിച്ചത് ദുരഭിമാന കൊലയാണ് എന്ന ബന്ധുക്കളുടെ ആരോപണം നിഷേധിച്ച് പോലീസ്. മകളും അരുണും തമ്മിലുള്ള പ്രണയം വിലക്കിയിട്ടും തുടർന്നതിലെ വിരോധമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. മദ്യലഹരിയിലാണ് പ്രസാദ് അരുണിനെ വിളിച്ചു വരുത്തിയതും ആക്രമിച്ചതും. ശ്വാസകോശത്തിലെ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പോലീസ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ കണ്ണൻ നായർ നൽകും. കണ്ണൻ നായർ, നമസ്കാരം. ഈ 19കാരന്റെ കൊല അത് ദുരഭിമാന കൊലയല്ല എന്ന് പോലീസ് പറയുമ്പോഴും പിന്നെ എന്തിന്റെ പേരിലാണ് കൊലപ്പെടുത്തിയത്? നമ്മൾ അങ്ങനെ ചോദിക്കേണ്ടി വരുമല്ലോ. അഭിമാനത്തിന്റെ പ്രശ്നമായതുകൊണ്ട് ഇരുവരും തമ്മിലുള്ള ബന്ധം തുടരുന്നത് ഇഷ്ടമല്ല എന്ന് തന്നെയല്ലേ? അപ്പോൾ അതിനെ നമുക്ക് ദുരഭിമാന കൊല എന്ന് വേണമെങ്കിൽ വിളിക്കാമല്ലോ. തീർച്ചയായും അത്തരത്തിലുള്ള ആരോപണമാണ് മോത്തി ഇന്നലെ അരുണിന്റെ ബന്ധുക്കൾ, അരുണിന്റെ മാതൃ സഹോദരി അടക്കമുള്ള ആൾക്കാർ ഉന്നയിച്ചത്. അതിൽ അവർ പറഞ്ഞിരുന്നത് അരുൺ ക്രിസ്ത്യൻ വിഭാഗത്തിലും ഈ പെൺകുട്ടി ഹിന്ദുമത വിഭാഗത്തിലുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇരു മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മൂലം പ്രസാദിന് ഈ വിവാഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതുമൂലമാണ് ഇത്തരത്തിൽ ദുരഭിമാനം മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം സംഭവിച്ചതെന്നാണ് ബന്ധുക്കൾ ആരോപിച്ചത്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചത്. പ്രാഥമിക റിപ്പോർട്ടാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ശ്വാസകോശത്തിലുണ്ടായ ആഴത്തിലുള്ള മുറിവാണ് മരണത്തിലേക്ക് നയിച്ചത്. കാര്യം അരുണിന്റെ നെഞ്ചിലാണ് പ്രസാദ് കുത്തിയത്. ആ കുത്തി സമയത്ത് ശ്വാസകോശത്തിനുള്ളിലേക്ക് കത്തി കയറിപ്പോയി. അങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നുള്ളതാണ് പറയുന്നത്. അത് സംബന്ധിച്ച് പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് അടുത്ത ദിവസങ്ങൾ മാത്രമായിരിക്കും പോലീസിന് ലഭിക്കുക. കാര്യം ഈ അരുണും അതുപോലെ തന്നെ പ്രസാദിന്റെ മകളും തമ്മിൽ പ്രണയത്തിലായിരുന്നു. വിവാഹം നടത്തിക്കൊടുക്കാൻ അരുണിന്റെ ബന്ധുക്കൾ തയ്യാറുമായിരുന്നു. എന്നാൽ ഈ പ്രസാദിന് അതിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതിന്റെ പേരിലുള്ള വൈരാഗ്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് മോത്തി ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ദുരഭിമാനത്തിന്റെ പേരിലുള്ള ഒരു കൊല എന്ന് തന്നെ വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ബന്ധുക്കൾ അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് അനുമാനിക്കേണ്ടത്. മാത്രമല്ല, ഇവര് മറ്റു പല കാര്യങ്ങളും ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. മുൻപും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ. അത് പോലീസ് എന്തെങ്കിലും സ്ഥിരീകരിക്കുന്നുണ്ടോ? ഒരു വർഷം മുമ്പ് പ്രസാദ് ഈ അരുണിന്റെ വീട്ടിലെത്തുകയും അച്ഛനെയും സഹോദരനെയും അടക്കം മർദ്ദിച്ചു, അരുണിനെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം തന്നെ ഇത്തരത്തിൽ ആ പെൺകുട്ടിയുമായിട്ടുള്ള ഒരു സൗഹൃദത്തിന്റെ പേരിൽ തന്നെയായിരുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് വരും ദിവസങ്ങളിൽ അന്വേഷിക്കുന്നുണ്ട്. ഇത് ബോധപൂർവമായി തന്നെ ഇയാൾ കുത്തിയതാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. കാര്യം ഇയാൾ കയ്യിൽ കത്തി കരുതിയിരുന്നു. ആ കത്തി ഉപയോഗിച്ച് അരുണിനെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ബോധപൂർവമായി അരുണിനെ കൊലപ്പെടുത്താനുള്ള ലക്ഷ്യം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് അയാൾ കത്തി കരുതിയത്. മാത്രമല്ല, നേരത്തെ ഉണ്ടായ സമാനമായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കും. ആ കാര്യത്തിലും ഈ വരുന്ന കുറ്റപത്രം സമർപ്പിക്കുന്ന സമയത്ത് പോലീസിന്റെ റിപ്പോർട്ട് ഉണ്ടാകും.